അല്ല ഏട്ടാ, വിഷ്ണു ഇപ്പൊ വിട്ടിന്ന് വിളിച്ചത് കുറുപ്പേട്ടനാണോ അതോ ചേച്ചിയെ? വിളച്ചിലെടുക്കല്ലേ, ചൊറി വന്നിരിക്കുമ്പോഴാ ചൊറുതണം കൊണ്ട് അടിക്കുന്നത്. അല്ല, ചൊറിക്ക് നല്ല ബെസ്റ്റ് മരുന്ന് ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ, ബീറ്റെക്സ്. പാർവതി, ഇവൻ എന്റെ കൈ കൊണ്ട് തന്നെ ചാകുന്ന ലക്ഷണമാ. നിനക്ക് പൊലകുളിയും തമാശയില്ലയോടാ? കൃഷ്ണൻകുട്ടി കേട്ടില്ലേ അവന്റെ കണ്ടീഷൻസിന്റെ കാര്യമൊക്കെ? അല്ല, ഞാനും അത് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്താ ഈ കണ്ടീഷൻസ്? കണ്ടീഷൻസ് അല്ല, അവന്റെ വിവാഹ കാര്യല്ലേ, പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഞാനും ഇടപെടാം. ആരിടപെട്ടിട്ടും കാര്യമില്ല. ഒന്നാമത് ചൊവ്വാദോഷമുള്ള ജാതകമാ. കൂട്ടത്തിൽ 7 കണ്ടീഷൻസും കൂടി ആവുമ്പോ നിത്യ ബ്രഹ്മചാരിയായി പച്ചിലെന്തെന്ന് ആശ്രമത്തിൽ കഴിയേണ്ടി വരും. എന്നിട്ടും കണ്ടീഷൻസ് എന്താണെന്ന് ചേട്ടൻ പറയുന്നില്ലല്ലോ. ഒന്നാമത് കുട്ടി ശാലീന സുന്ദരിയായിരിക്കണം. ഗ്രാമീണ സൗന്ദര്യം, നെറ്റി ചന്ദനക്കുറി, മുടിയിൽ തുളസിക്കതിർ, ആകെ മൊത്തം കാച്ചി എണ്ണയുടെ മണം. ഈ എണ്ണയുടെ മണം ഒഴിച്ച് ബാക്കിയെല്ലാം സഹിക്കാം. നാടൻ വേഷത്തിനോടൊപ്പം മോഡേൺ വേഷവും ധരിക്കാൻ സന്നദ്ധയായിരിക്കണം കുട്ടി. അത് ധരിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. ഗ്രാജുവേറ്റ് ആയിരിക്കണം. അത് ന്യായം. എന്നാ പുറകെ വരുന്ന അന്യായങ്ങൾ കേട്ടോ. പെണ്ണിന് നമ്മുടെ നാടൻ കഞ്ഞിയും കറിയും വെക്കാൻ മാത്രമല്ല, വെസ്റ്റേൺ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ കുക്കിംഗ് അറിഞ്ഞിരിക്കണം. അതെന്തിനാ? വല്ല ഹോട്ടലിൽ നടത്താൻ ഉദ്ദേശമുണ്ടോ? നീ എന്തുവാടേ? അവൻ ഉത്തരേന്ത്യയിലും വിദേശങ്ങളിലും ഒക്കെ ധാരാളം ഫ്രണ്ട്സ് ഇല്ലേ? അവരൊക്കെ വരുമ്പോ വെച്ചു വിളമ്പി കൊടുക്കണ്ടേ? അവന്റെ ഫ്രണ്ട്സിന്റെ ഭാഗ്യം. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. കുട്ടിക്ക് ഹിന്ദി അനായാസമായി എഴുതാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. അതെന്തിനാ? ഹിന്ദി ക്ലാസ് നടത്താൻ ഉദ്ദേശമുണ്ടോ? അതല്ലടേ, അവന് ട്രാൻസ്ഫർ ആയി ബോംബെക്കോ ഡൽഹിയിലോ പോകേണ്ടി വന്നാലോ? പിന്നെ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം. കർണാടക സംഗീതത്തിൽ പരിജ്ഞാനം വേണം. ഇതിനെല്ലാം പുറമെ ഭാര്യ ധൈര്യശാലിയായിരിക്കണം. വൈജയന്തി IPS പോലെ. അതാരടേ? എന്റെ വകയിലൊരു ബന്ധുവാ, പക്ഷെ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാ. പിന്നെ എന്തിനാണടേ IPSന്റെ കാര്യമൊക്കെ എഴുന്നള്ളിക്കുന്നത്? ഇത്രയും കണ്ടീഷനൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. പറ. 7 കണ്ടീഷനല്ലേ ഉള്ളത്? അതെ. 7 കണ്ടീഷനും ഒത്തിണങ്ങിയ ഒരു കുട്ടിയെ കിട്ടാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഓരോ കണ്ടീഷൻ വീതം ഓക്കെ ആയ 7 പെൺകുട്ടികളെ തപ്പി അവരെ കൊണ്ട് വിഷ്ണുവിനെ കല്യാണം കഴിപ്പിച്ചാലോ? തൊലിക്കല്ലേ തൊലിക്കല്ലേ എന്ന് നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ? ചേട്ടൻ സെന്റിമെന്റലായി. ഇതാ ചേട്ടന്റെ കുഴപ്പം. ചേട്ടാ, 7 കണ്ടീഷൻ അല്ല 10 കണ്ടീഷൻ ഉള്ളവരെ ഞാൻ തപ്പിത്തരാം. അതെ. You know, there is a difference of 1,45,000 rupees in the bank reconciliation statement. അത്രയും വരാൻ സാധ്യതയില്ല. What do you mean? ക്യാഷ് ബുക്കിലെ പല റെസിപ്റ്റ്സും നിങ്ങൾ ബാങ്കിൽ റിമിറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ തുകകൾ മുഴുവൻ തിരിമറി നടത്തിയിരിക്കുകയാണ്. This is a case of fraudulent misappropriation. You know, Mr. Wilfred, ഇത് കേസ് ക്രിമിനൽ ആണ്. എനിക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തേ പറ്റൂ. സാർ, എനിക്ക് പെട്ടെന്ന് കാശിന് കുറച്ച് അത്യാവശ്യം വന്നപ്പോ റോൾ ചെയ്തതാ. ഓഫീസിലെ ക്യാഷ് എടുത്താണോ റോൾ ചെയ്യുന്നത്? ഒരബദ്ധം പറ്റിയാണ് സാർ. പ്ലീസ്, ഇത്തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം. സാർ, ഈ ഒരു പ്രാവശ്യത്തേക്ക് ഓക്കെ. വിത്തിൻ 24 hours നിങ്ങൾക്ക് ഈ എമൗണ്ട് കൂടെ തിരിച്ചടയ്ക്കാൻ പറ്റുമോ? അത് ബുദ്ധിമുട്ടാണ് സാർ. Then I am very sorry, Mr. Wilfred. You be prepared to face the consequences. കുറച്ച് സാവകാശം. നിങ്ങൾക്ക് പോകാം. അല്ല വിഷ്ണു, വിൽഫ്രെഡിന് അല്പം കൂടെ സാവകാശം കൊടുത്തൂടെ? പോലീസ് കേസ് എന്നൊക്കെ പറയുമ്പോ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടരുന്നു? അല്ല, അവൻ വെറും ഒരു തല്ലിപ്പൊളി പാർട്ടിയാ. എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഗ്യാങ് അവന്റെ കൂടെ ഉണ്ടേ. എന്ന് വെച്ച് ഞാനും ആ ഗ്യാങ്ങിൽ ചേരണോ? ഞാനിപ്പോ പുതിയ ആൾക്കാരെ അവൻ ഗ്യാങ്ങിൽ ചേർക്കൊന്നും അറിയില്ല. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട്. പോലീസ് സ്റ്റേഷൻ. താനാണോ ഇൻഡോ അറബ് ട്രാവൽസിൽ വർക്ക് ചെയ്യുന്ന വിൽഫ്രഡ്? അതെ സർ. യു ആർ അണ്ടർ അറസ്റ്റ്. അതെ, ഇന്നത്തെ ഈ പത്രത്തിൽ ഒരു ലേഖനമുണ്ട്. വനിതാ കണ്ടക്ടർമാർ സേവനത്തിന്റെ പാതയിൽ ഒരു പുതിയ വിഭാഗം. വായിച്ചോ? വായിച്ചു. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. അത് ഞാൻ എഴുതിയതാ. അപ്പൊ നിങ്ങളാണ് അബ്ദുൽ ഖാദർ? അത് പിന്നെ എന്റെ തൂലിക നാമോ. യഥാർത്ഥ പേര് കൃഷ്ണൻകുട്ടി എന്നാ. ലേഖനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇരിക്കൂ. ഇതാ സർ. ഇതൊന്നും വേണ്ട. വിശ്വാസമില്ലാത്ത കണ്ടക്ടർമാരെ മാത്രമേ ഞാൻ ചെക്ക് ചെയ്യാറുള്ളൂ.
കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ? സമ്മതിച്ചു, അല്പം പ്രായക്കൂടുതലാണ്. പക്ഷേ എന്റെ മനസ്സ് ഇന്ദുവിനേക്കാൾ ചെറുപ്പാണ്. ഒരുപാട് അന്വേഷിച്ചു, ഇപ്പോഴാണ് കണ്ടെത്തിയത്. എന്നൊരു സമ്മതം മൂടൽ മാത്രമാണ് എനിക്ക് ആവശ്യം. ഇന്ദു എസ് പറയുന്നവരെ എന്നും ഞാൻ ഈ ബസ് കയറിക്കൊണ്ടേയിരിക്കും. വരട്ടെ. തലമൂത്ത് നരച്ചിട്ടും ഇത് അതോറിറ്റീസിനോട് കംപ്ലൈന്റ് ചെയ്യായിരുന്നില്ലേ? അതൊന്നും വേണ്ട. കുറച്ചുനാളിങ്ങനെ നടക്കുമ്പോ പുള്ളിക്കാരൻ എന്നെ മടുത്തോളും. അല്ല, ഞാൻ വേണമെങ്കിൽ ഇടപെടാം. അയ്യോ വേണ്ട. അതൊക്കെ പോട്ടെ, നമ്മുടെ ഉദ്ദേശം എന്താ? മനസ്സിലായില്ല. പത്രത്തിൽ വനിതാ കണ്ടക്ടർമാരെ കുറിച്ച് എഴുതിയത് നിങ്ങളാണെന്നല്ലേ പറഞ്ഞത്? അതെ. അത് എഴുതിയ അബ്ദുൽ ഖാദറെ KSRTCയിലെ സ്റ്റാഫാ. ഞങ്ങളെയൊക്കെ കാണിച്ചതിന് ശേഷമാ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തത് തന്നെ. ആളിറങ്ങണം. ചമ്മണ്ട സ്റ്റോപ്പ് ആകട്ടെ. TV സീരിയലിലെ അഭിനയൊന്നും ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. അയ്യോ, ഞാൻ TV സീരിയലിൽ അഭിനയിക്കുന്ന ആരാ? എനിക്ക് നിങ്ങളെ നേരത്തെ പരിചയമുണ്ട്. നിങ്ങൾ അഭിനയിച്ച മിക്ക സീരിയലുകളും ഞാൻ കണ്ടിട്ടുണ്ട്. മുഖസ്തുതി പറയാണെന്നൊന്നും കരുതണ്ട. നിങ്ങളുടെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടം. അപ്പൊ പറഞ്ഞതുപോലെ നാളെ. ബൈ. സത്യം പറടാ, ഏതാ പെണ്ണ്? അത് എന്റെ വകയിലൊരു അമ്മാവന്റെ മോളാ. വകയിലൊരു അമ്മാവനോ? അത് നിന്റെ അമ്മയ്ക്ക് ആങ്ങളമാരില്ലല്ലോ. ഇനി ഉള്ള സത്യം പറയാമല്ലോ. അത് KSRTCയിലെ പുതുതായിട്ട് ചാർജ് എടുത്ത വനിതാ കണ്ടക്ടറാ ഇന്ദു. എടാ, വനിതാ കണ്ടക്ടർ ആണെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സിലല്ലേ കാണേണ്ടത്. അവൾക്ക് നിന്റെ സ്കൂട്ടറിന്റെ പുറകിൽ എന്താ പണി? വിഷ്ണു, എന്റെ പേഴ്സണാലിറ്റിയിലാണോ സ്വഭാവത്തിലാണോ ആ കുട്ടി ആകൃഷ്ടയായതെന്ന് എനിക്കറിയില്ല. നിർലോഭം സ്നേഹം ഇങ്ങോട്ട് കിട്ടുമ്പോ അല്പമെങ്കിലും തിരിച്ച് അങ്ങോട്ട് കൊടുക്കാതിരിക്കുന്നത് പാവമല്ലേ. മാത്രമല്ല, കുഞ്ഞുനാൾ മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു വനിതാ കണ്ടക്ടർ വിവാഹം കഴിക്കണമെന്നുള്ളത്. ഒരു ഒറ്റ അലക്കാൻ പറ്റുന്നുണ്ടല്ലോ. എടാ, ഡ്യൂട്ടി സമയത്താണോ പ്രേമിച്ചുകൊണ്ട് നടക്കുന്നത്? അതും കമ്പനി സ്കൂട്ടറിൽ. പ്രേമത്തിന് സ്വന്തം സ്കൂട്ടറെന്നോ കമ്പനി സ്കൂട്ടറെന്നോ ഉള്ള വ്യത്യാസമില്ലടാ. ദേ, മേലാൽ ഡ്യൂട്ടി സമയത്ത് ആ പെണ്ണിനെ നിന്റെ കൂടെ എങ്ങാനും കണ്ടാൽ അന്ന് തീരും നിന്റെ പണി. ഇതിന്റെ പേരാണ് അസൂയ. ഇംഗ്ലീഷിൽ ജലസി എന്ന് പറയും. നീ ഇപ്പൊ പറഞ്ഞതിന് ഇംഗ്ലീഷിൽ നോൺസെൻസ് എന്ന് പറയും. ഉള്ള സെൻസ് ഒക്കെ മതി എനിക്ക്. കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന്റെ തലമുടിക്ക് ഇത്ര ഇഞ്ച് നീളം വേണം, കണ്ണിന്റെ കൃഷ്ണമണിക്ക് ഇത്ര മില്ലിമീറ്റർ ഡയമീറ്റർ വേണം, നടക്കുമ്പോ കഴുത്ത് 15 ഡിഗ്രി ചരിഞ്ഞിരിക്കണം, കണ്ടാൽ ആഫ്രിക്കക്കാരെ പോലെ തോന്നണം, പക്ഷെ ചിരിക്കുമ്പോ ചൈനീസ്കാരെ പോലെ ഇരിക്കണം എന്നുള്ള കണ്ടീഷൻസ് ഒന്നും എനിക്കില്ല. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ വല്ലതും തലയിട്ടാൽ ഊരാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് എനിക്കറിയാം. അതെ, ഈ കണ്ടീഷൻസും ഡിമാൻഡ്സും ഒക്കെ പിൻവലിച്ച് നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്ക്. എത്ര നാളാ ഞാൻ ഈ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ അരിഞ്ഞ സത്യം. ചെല് ചെല്. കൃഷ്ണൻകുട്ടിയോ? മാഷെന്താ ഇവിടെ? ലതികയ്ക്ക് ഇവിടെ സ്റ്റെനോഗ്രാഫർ ആയിട്ട് ജോലി കിട്ടി. അതെയോ? താനിവിടെ? ഞാനിവിടെ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്. വലിയ അനുഗ്രഹമായി. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവണേ ഭഗവാനെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ല, ഞാൻ ഉച്ചവരെ ഓഫീസിലുണ്ടായിരുന്നല്ലോ. നിങ്ങൾ എപ്പോഴാ വന്നത്? ഒന്നും പറയണ്ട എന്റെ കൃഷ്ണൻകുട്ടി. വഴിക്കുള്ള ഈ ട്രാഫിക് ബ്ലോക്ക് കാരണം 4 മണിക്കൂർ വൈകിയ ബസ് ഇവിടെ വന്നു. ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമായിരുന്നു. പക്ഷെ ആ സൂപ്രണ്ട് ഉണ്ടല്ലോ, വളരെ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ ഡേറ്റ് ഇട്ട് ജോയിൻ ചെയ്തോളൂ എന്ന്. അല്ലെങ്കിലും ദയാനന്ദ സാർ ആള് വളരെ നല്ലവനാ. ആഹാ. റീജിയണൽ മാനേജർ ഇന്ന് ലീവ് ആയത് നിങ്ങളുടെ നല്ല കാലം. അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തതിന് ഇന്ന് തന്നെ മെമ്മോ അടിച്ച് കൈ തന്നേന്. ദൈവാധീനം. അല്ല, ഇപ്പൊ ഇനിയിപ്പോ ഇവക്ക് താമസിക്കാനൊരു സൗകര്യം ഉണ്ടാക്കണമല്ലോ. ഒരുമാതിരിയുള്ള എല്ലാ ഹോസ്റ്റലുകളിലും സൂപ്രണ്ട് സാർ വിളിച്ചു ചോദിച്ചു. ഒരു സ്ഥലത്തും വേക്കൻസി ഇല്ല. വഴിയുണ്ടാക്കാം. മേറ്റും പുറത്തു പോയിരിക്കാ. എപ്പോഴാ വരികയെന്ന് അറിയില്ല. മേറ്റും വരാതെ റൂമിന്റെ കാര്യം. മേട്ടൻ സൗകര്യം പോലെ വരട്ടെ. തൽക്കാലം ലതികയെ ഇന്ദുവിന്റെ കൂടെ അക്കോമഡേറ്റ് ചെയ്യൂ. മേട്ടൻ വന്നിട്ട് റൂം ശരിയായി കൊടുത്താൽ മതി. റൂം കിട്ടാൻ ലേറ്റ് ആയാലും 1-2 ദിവസം എന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ലതികയ്ക്ക് അതില് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അയ്യോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവൾ ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. മാഷ് ഒന്നും കൊണ്ടും പേടിക്കണ്ട. ലതികയ്ക്ക് ഇവിടെ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. ഇന്ദു ഉണ്ടല്ലോ. ഈ കുട്ടി കൃഷ്ണൻകുട്ടിയുടെ ആരാന്നാ പറഞ്ഞേ? അത് എന്റെ വകയിലൊരു അമ്മാവന്റെ മകളാ. അതായത് ഇന്ദുവിന്റെ അമ്മാവന്റെ മകനാ വകയില് ഞാൻ. അപ്പോ ഞാൻ ഇനി നിക്കണ്ടല്ലോ. ഇപ്പൊ പുറപ്പെട്ടാൽ സന്ധ്യക്ക് മുമ്പേ വീട്ടിലെത്താം. ഇത് വച്ചോളൂ. മുറിവാടക കൊടുക്കേണ്ടതല്ലേ? അച്ഛൻ ഇറങ്ങട്ടെ? ബസ് സ്റ്റാൻഡ് വരെ ഞാൻ കൂടെ വരാം. ഓ, എന്താ
എന്താ? അല്ല, ബസിന്റെ ടിക്കറ്റ് വേണമെങ്കിൽ ഇവിടുന്ന് ഫോൺ ചെയ്ത് ബുക്ക് ചെയ്ത് തരാമെന്ന്. KSRTC അല്ലേ? അയ്യോ, അതിനും കൂടെ ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കണേ. അതാ ഞാനും പറഞ്ഞോണ്ടിരുന്നത്. ആ, കേറ കേറ. ഈ ജോലി കിട്ടുമെന്ന് അശേഷം പ്രതീക്ഷിച്ചതല്ല. എത്ര ഇടത്ത അപേക്ഷകൾ അയച്ചത്. ഇന്റർവ്യൂവിന് നടന്ന് വയ്യാതായി. താൽക്കാലികമാണെങ്കിലും പിന്നീട് സ്ഥിരപ്പെടുത്തുമായിരിക്കും അല്ലേ? ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. പ്രൈവറ്റ് കമ്പനി അല്ലേ, എല്ലാം മാനേജ്മെന്റിന്റെ കയ്യിലായിരിക്കുന്നത്. പിന്നെ ലതികയുടെ അമ്മയ്ക്ക് അസുഖം എങ്ങനെയുണ്ട്? അവള് പോയി 3 കൊല്ലായി. വേദന സഹിച്ച് ഇങ്ങനെ കിടക്കുന്നത് ഭേദം അതല്ലേ. ലതികയ്ക്ക് ഇപ്പൊ ഒരു ജോലി കിട്ടിയത് ഒരാശ്വാസമായി. കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീങ്ങുന്നത് വലിയ വെത്തപ്പാടില്ല. എന്റെ ഒരാളുടെ പെൻഷൻ കൊണ്ട് എന്താവാനാടോ? വിവാഹപ്രായമായി നിൽക്കുന്ന 3 പെൺപിള്ളേരാ. പല സ്ഥലത്തുനിന്നും ലതികയ്ക്ക് വിവാഹാലോചനകൾ വരുന്നുണ്ട്. പക്ഷെ ജാതകം കൊണ്ടൊന്നും യോജിക്കുന്നില്ല. ചൊവ്വാദോഷമുള്ള ജാതകമാണേ. ഈ അടുത്ത അവസരത്തിൽ ഒറ്റപ്പാലത്തുനിന്ന് ഒരു ആലോചന ഉണ്ട്. ജാതകവും യോജിക്കും. പക്ഷെ അവരുടെ ഡിമാൻഡ് കേട്ടപ്പോഴേ തനിക്കറിയില്ല എന്റെ കാര്യങ്ങളെല്ലാം എവിടെ നിർത്തി കൊടുക്കാനാ. വരുന്നവർക്കൊന്നും പെങ്കൊച്ചിനല്ല വേണ്ടത്. ഓരോന്ന് ആലോചിക്കുമ്പോ ഒരു രൂപവും കിട്ടുന്നില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് മാഷ് മനസ്സ് വിഷമിപ്പിക്കരുത്. എല്ലാം ശരിയാവും. മാഷെ, ബസ് വന്നിട്ടുണ്ട്. പാലക്കാടനല്ലേ? വേങ്ങര പാലക്കാട്ടേക്കുള്ളതല്ലേ? അതെ കേറിക്കോളൂ. ഉള്ളോട്ട് നിന്നേ. ലതികയോട് കത്തയക്കാൻ പറയാൻ മറക്കരുത്. ഒറ്റയ്ക്ക് ജീവിച്ച ശീലമില്ലാത്തൊരു പെണ്ണാണ്. ഒന്ന് സൂക്ഷിച്ചോളണം. സോറി സർ, ബസ് മാറി കയറിയതുകൊണ്ടാ. എന്നൊക്കെ പറഞ്ഞ എനിക്ക് മനസ്സിലാവും. എനിക്കും സ്ഥിരമായിട്ട് പറ്റാറുള്ള അബദ്ധമാ. പ്രശ്നം അതല്ല, കുട്ടി വന്നില്ലേ എന്ന് റീജിയണൽ മാനേജർ 3ാമത്തെ പ്രാവശ്യം ചോദിച്ചിട്ട് ഇപ്പൊ ഫോൺ താഴെ വെച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ പരിചയപ്പെട്ടില്ലല്ലോ. ഏതായാലും അകത്തി എന്ന് കണ്ട് ഒരു ഗംഭീരൻ സോറി പറഞ്ഞിട്ട് പോയി. അയ്യോ സർ. പേടിക്കണ്ട, ചെല്ലു. സർ, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇന്നലെ സാറ് ലീവായിരുന്നു. അതിന് സർ, ഞാൻ ഇന്നലെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റെനോഗ്രാഫറാണ്. അതുകൊണ്ട് ഇന്ന് ലേറ്റ് ആയിട്ട് വരണമെന്നുണ്ടോ? അല്ല സർ, ഞാൻ ലേറ്റ് ആവാൻ കാരണം. See, I don't want to hear any explanations. Don't repeat this. ശരി സർ.